നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തെ അയക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ ഒരു യാത്രാ സംഘത്തെ എല്ലാം അയക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കച്ചവട സംഘത്തെ അയക്കുകയാണെങ്കിലൊക്കെ പകലിൻ്റെ തുടക്കത്തിൽ തന്നെ അയച്ചിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ബിസിനസ് കാര്യങ്ങൾ അതേപോലുള്ള വിഷയങ്ങളൊക്കെ രാവിലെ തന്നെ, അതല്ലാതെ ഉച്ചവരെ കാത്തു നിന്നില്ല. വക്കാന സഖ്റുൻ അഥവാ സഖ്ർ ഇബ്നു വദാഅ എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്ന വ്യക്തികളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? വക്കാന സഖ്റുൻ റജുലൻ താജിറൻ വക്കാന യബ്അസു തിജാറതഹു മിൻ അവ്വലിൻ നഹാർ ഫഅസ്റാ വഖസറ മാലുഹു. അദ്ദേഹം തൻ്റെ കച്ചവട സംഘത്തെ അയച്ചിരുന്നത് രാവിലെയായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ നല്ല ലാഭമുണ്ടാവുകയും കച്ചവടത്തിൽ വർധനവുണ്ടാവുകയും അദ്ദേഹത്തിന് സമ്പത്തിൽ വർധനവുണ്ടാവുകയും ചെയ്തു എന്നാണ്. അപ്പോൾ പ്രഭാത സമയത്തിനൊരു ബറക്കത്ത്, ആ സമയത്ത് ഇറങ്ങുന്ന ഒരു ബറക്കത്ത് തന്നെയാണത്. അത് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ആ സമയവും നമ്മുടെ പ്രവർത്തനങ്ങളും യോജിച്ചു വന്നാൽ ഇൻഷാ അള്ളാഹ് ലാഭമുണ്ടാകും. അത് കച്ചവടത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പ്രഭാത സമയം എന്തിനും നല്ലതാണ്. പഠിക്കാൻ, ഹിഫ്ളാക്കാൻ. പ്രഭാതത്തിൽ ഹിഫ്ളാക്കിയാൽ വേഗം ഹിഫ്ളാവും. പ്രഭാതത്തിൽ പഠിച്ചാൽ വേഗം പഠിക്കാൻ സാധിക്കും. രാവിലെ നിങ്ങൾ എന്തെങ്കിലും ഒരു പണി തുടങ്ങി നോക്കൂ, ഉച്ചയാകുമ്പോഴേക്ക് അത് തീർക്കാൻ പറ്റും.